അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പലർക്കും അറിയാത്ത വളരെയേറെ നേട്ടം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്താണ്? സുബഹ് നേരത്ത് കുളിച്ചാൽ കിട്ടുന്ന 4 ഗുണങ്ങളെപ്പറ്റിയാണ്. അധികം ആളുകൾക്കും സുബഹ് നേരത്ത് കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ? സുബഹ് നേരത്ത് ഇപ്പം എങ്ങനെ കുളിക്കുക? ഇപ്പോൾ തണുപ്പുള്ള സമയമൊക്കെയാണ്. എങ്ങനെ കുളിക്കും സുബഹ് നേരത്ത്? എന്താണിപ്പോൾ എനിക്ക് ചെയ്യുക? കുളിക്കണം നിർബന്ധമുണ്ടോ? എന്നാൽ കുളിക്കണം നിർബന്ധമൊന്നുമില്ല. സുബഹ് നിസ്കരിക്കാൻ നിങ്ങൾ വലിയ ശുദ്ധിക്കാരാണ്, ഈ കുളിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ എങ്ങനെയായാലും സുബഹ് നേരത്ത് കുളിച്ചാൽ കിട്ടുന്ന വലിയ നേട്ടം എന്താണ്, നമുക്ക് കിട്ടുന്ന ഗുണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നല്ല ഉന്മേഷം ഉണ്ടാവും. കുളിച്ചു കഴിഞ്ഞാൽ ആ ദിവസം നല്ല ഒരു ഉന്മേഷം കിട്ടും എന്നതാണ് സത്യം. അത് നിങ്ങൾ ഒരു ദിവസം ചെയ്തു നോക്കുക, എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ദിവസം നല്ലൊരു ഉന്മേഷമായിരിക്കും സുബഹ് നേരത്ത് കുളിച്ചു കഴിഞ്ഞാൽ. ഇനി രണ്ടാമതായി കിട്ടുന്ന നേട്ടം എന്താണ്? മുഖസൗന്ദര്യം വർദ്ധിക്കും. മുഖസൗന്ദര്യം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ വെളുത്ത് തുടിക്കും എന്നല്ല. സുബഹ് നേരത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ നിങ്ങളുടെ മുഖം ഒരു പ്രകാശമുണ്ടാവും. നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുബഹ് നേരത്ത് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു 2 പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. സുബഹയ്ക്ക് ഖുർആൻ ചുരുങ്ങിയത് 2 പേജ് കഴിയുന്ന അത്ര നിങ്ങൾക്ക് ഓതാൻ നോക്കുക. ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായും ഒരു 2 പേജെങ്കിലും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അതിൽ കൂടുതൽ എത്രയുമാകാം. ഒരിക്കലും 2 പേജ് കുറയാൻ പാടില്ല. ചുരുങ്ങിയത് 2 പേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ ദിവസം ഒരു റാഹത്തുണ്ടാകും. അപ്പോൾ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ, സുബഹയ്ക്ക് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കും. അതായത് നിങ്ങളുടെ മുഖം ഒന്ന് പ്രകാശിക്കും, മുഖം തിളങ്ങും എന്നാണ് അർത്ഥം. ആ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു സൗന്ദര്യം കാണുന്നവർക്ക് തോന്നിക്കും. നിങ്ങളുടെ മുഖത്തൊരു സൗന്ദര്യം എടുത്ത് കാണിക്കും. ഇനി മൂന്നാമതായി കിട്ടുന്ന നേട്ടം എന്താണ്? ആ ദിവസം സിഹിറ്, കണ്ണേറ് തുടങ്ങിയവ ബാധിക്കില്ല. ഒരിക്കലും ഒരു സിഹിറോ അല്ലെങ്കിൽ തന്നെ കണ്ണേറോ ഇങ്ങനെയുള്ളതൊന്നും ആ ദിവസം നിങ്ങളെ ബാധിക്കില്ല. ഇനി നാലാമതായി കിട്ടുന്ന നേട്ടം എന്താണ്? ആ ദിവസം ചെയ്യുന്ന ദുആകൾക്ക് ഉത്തരം ലഭിക്കും. നിങ്ങൾ ആ ദിവസം ചെയ്യുന്ന ദുആകൾക്ക് ഉത്തരം ലഭിക്കും എന്നതാണ് സത്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുബഹ് നേരത്ത് കുളിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അറിവ് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ സുബഹ് നേരത്തെ എണീറ്റ് കുളിച്ച് അതുപോലെ സുബഹൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ദിവസം ഉറപ്പായും നിങ്ങൾക്ക് നല്ല നേട്ടമുള്ള ദിവസമായിരിക്കും. നിങ്ങൾക്ക് ആ ദിവസം നല്ല ഒരു റാഹത്തായിരിക്കും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇരു ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പടച്ച റബ്ബ് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരട്ടെ. നമ്മുടെ ഇരു ലോകവും പടച്ച റബ്ബ് വിജയത്തിലാക്കി തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.